കുറച്ച് റോസാപ്പൂക്കളുടെ അരികിൽ എത്തിക്കഴിയുമ്പോൾ നമുക്കൊരു രാജകുമാരിയോ രാജകുമാരനോ ആയ തോന്നലുണ്ടാവാറുണ്ടല്ലേ? നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? എനിക്കുണ്ട് കേട്ടോ. എനിക്ക് ഒരുപാട് റോസാപ്പൂക്കളൊക്കെ കാണുമ്പോൾ പണ്ടെങ്ങോ വായിച്ചു മറന്ന കഥാബുക്കുകളിലേക്ക് രാജകുമാരനെയും രാജകുമാരിയെയും അതുപോലെ ഒരുപാട് മുഖങ്ങളൊക്കെ ഓർമ്മയിൽ അങ്ങനെ മിന്നി മറയുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. കൂടുതലും നമ്മുടെ രാജകുമാരിമാരൊക്കെ അവരുടെ മുടിയിഴകളിൽ കുറേ റോസാപ്പൂക്കളൊക്കെ വെച്ച് പൂന്തോട്ടത്തിൻ്റെ നടുക്കായിട്ടൊക്കെ ഇരിക്കുന്നത് നമ്മളതൊക്കെ കണ്ടിട്ടുള്ളത് ചിത്രകലാകാരന്മാരുടെ കഴിവിലൂടെയാണ്. അവർ വരച്ചു ചേർത്ത പൂക്കളിലൂടെയാണ് നമ്മളതൊക്കെ ഏത് റോസാണ് അങ്ങനെയൊക്കെ അനുഭവിച്ചറിയുന്നത് അല്ലേ? കൂടുതലും പനിനീർ റോസുകളാണ് അങ്ങനെ ഓരോ വരകളിലും ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ പഴയ രാജകുടുംബങ്ങളെ അടക്കി വാണിരുന്ന എന്ന് പറയാം, അങ്ങനെ വിശേഷിപ്പിക്കാൻ കഴിയുന്ന സുന്ദരിയായിട്ടുള്ള പ്രിൻസസ് ഡി മൊണാക്കോ റോസിനെ പറ്റിയാണ് കേട്ടോ. നിങ്ങളിപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന സുന്ദരിയായിട്ടുള്ള റോസാണ് നമ്മുടെ പ്രിൻസസ് ഡി മൊണാക്കോ റോസ്. 1981 ഈ റോസ് ആദ്യമായി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഒരു രാജകുമാരിക്കാണ് കേട്ടോ ആദ്യമായി ഈ റോസിനെ കയ്യിൽ കിട്ടുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ഫ്രാൻസിൽ മേരി ലൂയിസ് മെറ്റിൻലാൻഡ് ആണ് ഈ ഒരു ഹൈബ്രിഡ് ടീ റോസ് ഇനത്തെ വികസിപ്പിച്ചെടുത്തത്. പിന്നെ നമ്മുടെ ഈ പ്രിൻസസ് ഡി മൊണാക്കോ റോസ് ഉണ്ടല്ലോ, 1981 ആ കാലഘട്ടത്തിൽ മൊണാക്കയിലെ സലോൺ ഡി ലാ റോസിൻ്റെ ജൂറിയുടെ പ്രസിഡൻ്റ് ആയിരുന്ന അവിടുത്തെ രാജകുമാരി ഗ്രേസിനാണ് സമർപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ആദ്യമായി കിട്ടിയ ആ ഒരു രാജകുമാരി ആരാണ്? നമ്മുടെ ഈ പ്രിൻസസ് റോസ് കേട്ടോ. ആദ്യമായി കിട്ടിയത് ഗ്രേസ് എന്ന് പറഞ്ഞ രാജകുമാരിക്കായിരുന്നു. പിന്നെ നമ്മുടെ ഈ പ്രിൻസസ് ഡി മൊണാക്കോ റോസ് ഉണ്ടല്ലോ, എല്ലാ രാജകുടുംബങ്ങളെയും അടക്കി വാണു. പൂന്തോട്ടങ്ങളിൽ അതിസുന്ദരിയായിട്ട് തഴച്ചു വളർന്ന ഒരു റോസാണ് കേട്ടോ പ്രിൻസസ് ഡി മൊണാക്കോ. നിങ്ങൾ ഈ വീഡിയോയിൽ തന്നെ നോക്കുക, എത്ര സുന്ദരിയായിട്ടാണ് ഈ റോസ് നിൽക്കുന്നത്. നമ്മുടെ ഗാർഡനിൽ വളരെ അത്ഭുതകരമായി കിട്ടിയെന്ന് തന്നെ പറയാം ഈ സുന്ദരിയെ. എനിക്കത് കിട്ടിക്കഴിഞ്ഞപ്പോൾ തുള്ളിച്ചാടുവാനാണ് തോന്നിയത്. അപ്പോൾ നമുക്കിതിൻ്റെ ബാക്കി സവിശേഷതകൾ എന്താണെന്ന് നോക്കാം. നിങ്ങൾ നോക്കുക, നല്ല ഇടതൂർന്ന പച്ച ഇലകളാണ് ഈ റോസിനുള്ളത്. അതുപോലെ തന്നെ വലിയ റോസാപ്പൂക്കൾ ഇങ്ങനെ തിളങ്ങിയാണ് ഇതിൽ നിൽക്കുന്നത്. പിന്നെ എന്ത് കാണാം? പിങ്ക് കളർ അല്ലേ? പിങ്ക് കളറ് പെറ്റൽസിൻ്റെ ആ ഒരു ദളങ്ങളുടെ അരികു ഭാഗത്തും അതുപോലെ തന്നെ അവിടെ ഇവിടേക്കായിട്ട് തിളക്കം കുറച്ചുകൂടി കൂട്ടി കൊടുത്തിട്ടുണ്ട് ആ ഒരു കളറ്. നല്ല നീണ്ട തണ്ടുകളോട് കൂടിയ പൂക്കളാണ് ഈ ഒരു പ്രിൻസസ് ഡി മൊണാക്കോയുടേത്. അതുകൊണ്ട് തന്നെ അലങ്കരിക്കാനായിട്ട് ഈ റോസുകൾ ഉപയോഗിക്കുന്നു. കൂടുതലും രാജകുടുംബത്തിലാണ് ഈ റോസ് ഉള്ളതെന്ന് ഞാൻ പറഞ്ഞല്ലോ, നട്ടു വളർത്തുന്നതെന്ന് പറഞ്ഞു. അവിടുത്തെ ഗാർഡനിലാണ് കൂടുതൽ, പൂന്തോട്ടത്തിൽ നിറച്ച് ഈ മൊണാക്കോ റോസുകൾ കാണപ്പെട്ടിരുന്നു എന്നാണ് പറയുന്നത്. നമ്മുടെ രാജകുമാരിമാരുടെ മുറികൾ അലങ്കരിക്കപ്പെടാനും അതുപോലെ തന്നെ അവരുടെ മുടിയിഴകളിൽ ചൂടുവാനുമാണ് ഈ റോസുകൾ കൂടുതലും ഉപയോഗിച്ചിരുന്നത്. അത്ര സുന്ദരിയായിരുന്നു പ്രിൻസസ് ഡി മൊണാക്കോ റോസ്. പിന്നെ ഇതൊരു ക്ലൈംബിംഗ് റോസാണ് കേട്ടോ. പടർന്ന് കയറി വലിയ പൂക്കൾ ഉണ്ടാക്കുന്ന ക്ലൈംബിംഗ് റോസാണ്. അതുപോലെ തന്നെ പഞ്ഞി പോലത്തെ റോസാപ്പൂക്കളാണ്. ഈ പഞ്ഞി പോലെയെന്ന് ഞാൻ വിശേഷിപ്പിക്കാൻ കാരണം നമ്മൾ ആ ഒരു ദളങ്ങളിൽ, ആ പൂക്കളുടെ ദളങ്ങളിൽ ഒന്ന് തൊട്ട് കഴിയുമ്പോൾ തന്നെ നല്ല മൃദുവായി കൈകൾ ഇങ്ങനെ പോകുന്നതായിട്ട് നമുക്ക് തോന്നും. ഓരോ പുതിയ പുതിയ റോസാപ്പൂക്കൾ കാണുമ്പോഴും ഒത്തിരി സന്തോഷമാണ് എനിക്ക്. എൻ്റെ ഗാർഡനിൽ തന്നെ ഈ ഒരു റോസാപ്പൂവിനെ, ഈ ഒരു റോസാ ചെടിയെ കിട്ടി അതിനെ ഇത്രയും അടുത്ത് എനിക്ക് അതിനോട് ഇടപഴകാൻ സാധിച്ചതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അതുപോലെ നിങ്ങൾക്കും കാണിച്ചു തരാൻ സാധിച്ചതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. നമുക്കിപ്പോൾ ഇത് സെയിലിനായിട്ടില്ല, ഈ ഒരു പ്ലാന്റ് മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. അപ്പോൾ ഇത് സെയിലിനായിട്ടുള്ള റോസ് അല്ല. ഇതിൻ്റെ പ്ലാന്റ്സ് കിട്ടുവാണെങ്കിൽ സെയിലിനായിട്ട് കൊണ്ടുവരാം കേട്ടോ. ഞാൻ ഒരു പ്ലാന്റ് കിട്ടിയാൽ പോലും അത് സെയിലിലോട്ട് ഇടാറുണ്ട്, പക്ഷേ ഈ റോസ് അങ്ങനെ സെയിലിന് വെച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. ഇതുപോലെ എൻ്റെ കയ്യിൽ കിട്ടുന്ന വെറൈറ്റി റോസുകളെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നതാണ്. അതുപോലെ തന്നെ ഒരുപാട് വീഡിയോസ് ഇനിയും വരുന്നുണ്ട്. അതുകൊണ്ട് എൻ്റെ ചാനൽ മറക്കാതെ തന്നെ എല്ലാവരും ഫോളോ ചെയ്യുക.